ഒരു ഛായാചിത്രം പോലെ ദൈവം സ്വന്തം കൈയാൽ തീർത്ത ഈ മനോഹര ദേശത്തു നിന്നും നമ്മളൊരു യാത്ര ആരംഭിക്കുകയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ പ്രമുഖ സ്ഥാനീയരായ ക്നാനായ സഭയുടെ ആരാധനാലയങ്ങൾ സന്ദർശിക്കുകയും അവയുടെ ചരിത്രവും പ്രവർത്തനങ്ങളും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതുമാണ് ക്നാനായ കുടിയേറ്റങ്ങളിലൂടെ എന്ന ഈ ടെലിവിഷൻ പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ പാവനയാത്രയ്ക്ക് നിങ്ങളേവരെയും സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം ഒരു 12 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ കുമരകത്ത് വേമ്പനാട്ട് കായലിലൂടെ ഞാൻ ഇങ്ങനെ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിദേശികളെല്ലാവരും ഇവിടെ വന്ന് നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം ശരിക്കും അവർ നുകർന്നിട്ട് തിരിച്ചു പോയി നമ്മുടെ നാടിനെക്കുറിച്ച് പുകഴ്ത്തി പറയുമ്പോൾ മാത്രമാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ നാടിനെക്കുറിച്ചും നാടിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത്. സമയം കിട്ടുമ്പോഴെങ്കിലും നമ്മളെല്ലാവരും നമ്മുടെ ഈ കൊച്ചുനാട് ഒരുപാട് രസകരമായ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് നല്ല നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു ആ സ്ഥലങ്ങളെല്ലാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന കുമരകം. അവിടെ വരിക, കാണുക. ശരിക്കും ഞാൻ എൻജോയ് ചെയ്ത് പോവുകയാണ്. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കെട്ടുവള്ളങ്ങൾ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഹൗസ് ബോട്ടുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ആളുകളെല്ലാം അത്യാവശ്യം ഇവിടെ വന്ന് ഇവിടുത്തെ ഹൗസ് ബോട്ടുകളിലൊക്കെ ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ തന്നെയാണ് ഈ കെട്ടുവള്ളങ്ങൾ. ഇതിനൊരു ചരിത്രം കൂടിയുണ്ട്. പണ്ട് കാലത്ത് പണി ആവശ്യങ്ങൾക്കായി കക്കയും മണ്ണും തൊണ്ടും ഒക്കെ കൊണ്ടുപോയിരുന്ന കെട്ടുവള്ളങ്ങളുണ്ടായിരുന്നു. അത്തരം കെട്ടുവള്ളങ്ങളാണ് രൂപാന്തരം പ്രാപിച്ച് ഇന്ന് കാണുന്ന ഹൗസ് ബോട്ടുകളായിരിക്കുന്നത്. കാരണം ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഈ ഹൗസ് ബോട്ടുകൾ മാത്രം അന്വേഷിച്ച് ഈ കുമരകത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ടൂറിസം അതുപോലെ വളർന്നതോടൊപ്പം അതിൻ്റെ ഒപ്പം വിദേശികൾ വരുന്നു. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പോലും സമയം കിട്ടുമ്പോൾ ഇവിടെ വരാറുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ചില ഹൗസ് ബോട്ടുകൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേമ്പനാട്ട് കായലിൽ കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. മർത്തോമൻ നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരേണമേ ഇന്ന്. കേരളത്തിലെ പുരാതനമായ ക്നാനായ സഭയുടെ ഈ ഏറ്റവും പ്രസിദ്ധമായ പാട്ട്, എനിക്ക് തോന്നുന്നു ഞാൻ അത്ര നന്നായി പാടിയില്ലെന്ന് ക്ഷമിക്കുക. ഈ പുരാതനമായ ക്നാനായ സഭയ്ക്ക് ഒരു ചരിത്രമുണ്ട്. AD 345 ഇറാഖിലെ കിനായി ദേശത്തു നിന്നും
വ്യാപാര പ്രമുഖനായ ക്നായി തൊമ്മൻ്റെയും ഉറഹായിലെ യൗസേബ് മെത്രാൻ്റെയും നേതൃത്വത്തിൽ 7 ഇല്ലങ്ങളിൽപ്പെട്ട 72 കുടുംബങ്ങളിൽ നിന്നും 400ഓളം വിശ്വാസികളെ വാണിജ്യ വ്യാപാര ആവശ്യത്തിനും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുമായി കടൽ കടന്ന് ഭാരതത്തിലെത്തിച്ചു. അന്ന് വളരെ അറിയപ്പെട്ടിരുന്ന ഒരു വാണിജ്യ വ്യാപാര കേന്ദ്രമായിരുന്നു തെക്കുഭാഗത്തുള്ള കൊടുങ്ങല്ലൂർ. അങ്ങനെ കൊടുങ്ങല്ലൂരിലെത്തിച്ച് പിന്നീട് കാലക്രമേണ ചുറ്റുവട്ടത്തുള്ള മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർത്ത ഇവരിൽ നിന്നുമാണ് കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്നാനായ സഭയുടെ പിറവി. വേമ്പനാട്ട് കായലിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് ഒരു ചെറു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുമരകം പള്ളിയുടെ അടുത്താണ്. അതായത് കുമരകം വള്ളാറ പുത്തൻ പള്ളി. ഇനി നിങ്ങൾക്കറിയേണ്ട എന്താണെന്ന് എനിക്കറിയാം. ഈ പള്ളിയുടെ ചരിത്രവും അവിടുത്തെ വിശേഷങ്ങളുമാണ്. ഇതറിയണമെങ്കിൽ നമ്മളിവിടെ പോയേ തീരൂ. അപ്പോൾ നമുക്ക് എന്തായാലും പള്ളിയിലേക്ക് പോകാം. അച്ചോ, AD 345 കൊടുങ്ങല്ലൂരിലാണ് ക്നാനായ സഭയുടെ ഉത്ഭവം അല്ലേ? പക്ഷേ ഈ കുമരകത്ത് ക്നാനായ സഭയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? AD 345 ക്നായി തോമായുടെ നേതൃത്വത്തിൽ മെത്രാൻ്റെയും വൈദികരുടെയും സാന്നിധ്യത്തിൽ 7 ഇല്ലം 72 കുടുംബത്തിൽപ്പെട്ട 400 പേരാണ് പായ്ക്കപ്പലിൽ കൊടുങ്ങല്ലൂർ ഇറങ്ങിയത്. കൊടുങ്ങല്ലൂർ ഇറങ്ങിയതിന് ശേഷം വിവിധ ഭാഗങ്ങളിലേക്ക് അവർ കുടിയേറി. അങ്ങനെ കുടിയേറ്റത്തിലൂടെയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം അവർ നടത്തിയത്. അതിലൊന്നാണ് കുമരകം എന്ന് പറയുന്നത്. കുമരകം പ്രദേശത്തെ വാസ്തവത്തിൽ ഇവർ ഒരുമിച്ചായിരുന്നു, സുറിയാനിക്കാർ ഒരുമിച്ചായിരുന്നു ആരാധനയും അതുപോലെ തന്നെ അവരുടെ പാരമ്പര്യങ്ങളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് ആചാരങ്ങളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് കഴിഞ്ഞു പോകുന്നത്. അതിനുശേഷം 1841 ഒക്ടോബർ 28 തീയതിയാണ് കുമരകം പള്ളിക്ക് തറക്കല്ലിട്ട് ക്നാനായക്കാർക്ക് വേണ്ടി മാത്രം ഒരു സമൂഹം ഇവിടെ സ്ഥാപിച്ചത്. അന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ കോട്ടയം രൂപത അല്ലെങ്കിൽ ക്നാനായ സമുദായത്തിന് വേണ്ടിയുള്ളൊരു രൂപത അന്ന് നിലവിലില്ലായിരുന്നു. എന്നാൽ പിന്നീട് രൂപത വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇടവകയും ആ രൂപതയുടെ കീഴിലായി. അച്ഛാ, ഈ കുമരകം പുത്തൻപള്ളി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വെള്ളാറ പുത്തൻപള്ളിയുടെ ആരംഭം എന്നായിരുന്നു? കുമരകം പുത്തൻപള്ളിയുടെ ആരംഭം 1841 ഒക്ടോബർ 28 തീയതിയാണ്. ഈ പള്ളിക്ക് ആരംഭം കുറിച്ചത് അന്ന് സുറിയാനിക്കാരുടെ വികാരി ജനറലായിരുന്ന ഇന്ന് അറിയാവുന്ന പോലെ നമുക്ക് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണ് ഇവിടെ ആരംഭം കുറിക്കുകയും
കുർബാന അർപ്പിക്കുകയും ചെയ്തത്. അന്ന് പള്ളി വെഞ്ചരിച്ച് കുർബാന അർപ്പിച്ചത് അദ്ദേഹമാണ്. സുറിയാനിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വികാരി ജനറാളായിരുന്നു. അതിനുശേഷമാണ് 1911 ഓഗസ്റ്റ് 29 കോട്ടയം രൂപതയ്ക്ക് ആരംഭം കുറിച്ചത്. കോട്ടയം ക്നാനായ രൂപതയ്ക്ക് ആരംഭം കുറിക്കുവാൻ അഭിമന്യ മാക്കീൽ മാത്യു പിതാവിനോടൊത്ത് ഈ ഇടവയിൽപ്പെട്ട 2 വൈദികരാണ് മുന്നിട്ടിറങ്ങിയത്. അതിലൊന്ന് ബഹുമാനപ്പെട്ട മാത്യു വട്ടക്കുളത്തച്ഛനും അതുപോലെ തന്നെ പിന്നീട് മെത്രാനായ ചൂളപ്പറമ്പിൽ ചാണ്ടിയച്ഛനുമാണ്. ഇവർ 2 പേരുമാണ് മാക്കീൽ പിതാവിന് ഊറ്റമായ പിന്തുണ നൽകിയതും. അവർ ഒരാൾ റോമിൽ പഠിച്ചു, മാത്യു വട്ടക്കുളം തച്ചൻ റോമിൽ പഠിച്ചു പ്രൊപ്പഗാന്തായിൽ. അതിനുശേഷം കാൻഡിയിൽ പഠിച്ച ആളാണ് നമ്മുടെ ചൂളപ്പറമ്പിൽ പിതാവ്. ഇവർ 2 പേരും ഒരുമിച്ച് ചേർന്നാണ് ഈ രൂപതയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയതും നിവേദനങ്ങൾ സമർപ്പിച്ചതും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇവരെ വിസ്മരിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പിന്തുണയാണ് ഈ രൂപതയ്ക്ക് വേണ്ടിയിട്ട് റോമിൽ പോയി നിവേദനം കൊടുക്കുവാനും അത് സ്വീകരിക്കുവാനും അഭിമന്യ പിതാവിന് പ്രേരണ നൽകിയത്. അപ്പോൾ ഈ ഒരു വലിയ സത്യം, യാഥാർത്ഥ്യം, ചരിത്രപരമായ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാവുന്ന പോലെ പൗരാണികത്വവും ചരിത്രപരമായ പാരമ്പര്യവും ഈ ഇടവയിൽ കുടികൊള്ളുന്നു എന്നുള്ളത് വലിയ വലിയ സത്യമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രഗത്ഭരായ വൈദികർ ഈ ഇടവയിൽ നിന്ന് സംഭാവന ചെയ്തു എന്നുള്ള വലിയ സത്യം ഓർക്കുന്നു. ഇതന്ന് കല്ലിട്ടപ്പോൾ കൊല്ലവർഷം 1017 ആദ്യം എഴുതിയിരിക്കുന്നത്. അത് ക്രിസ്താബ്ദം 1841 ഒക്ടോബർ 28 എന്നാണ് എഴുതിയിരിക്കുന്നത്. പള്ളിക്ക് കല്ലിട്ട ആ സമയമാണ് എഴുതി വച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പഴയ ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്, അന്നത്തെ മലയാള ലിപിയിൽ. ഇതുപോലെ തന്നെ ഈ രൂപത്തിൻ്റെ മുമ്പിൽ ഒരു ശിലാഫലമുണ്ട്. അത് അന്നത്തെ ഭക്താനുഷ്ഠാനത്തിൻ്റെ ഒരു ഓർമ്മ നിലനിർത്തുവാനായിട്ട് സ്ഥാപിച്ചതാണ്. കൊല്ലവർഷം 1098 എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്താബ്ദം 1929 മെയ് മാസം 17 അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപം സ്ഥാപിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. അച്ഛാ, ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് കോട്ടക്കുരിശെന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് വിശുദ്ധ അന്തോനീസിൻ്റെ രൂപമാണ്. ഇത് 1913 മാക്കീൽ ബഹുമാനപ്പെട്ട യൗസേപ്പച്ചൻ്റെ കാലത്താണ് ഇത് നിർമ്മിച്ചത് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ ആരാധനയ്ക്കായിട്ട് പള്ളിയിലേക്ക് നീങ്ങുകയാണ്. പിന്നീട് നമുക്ക് വീണ്ടും കാണാം. അച്ഛൻ ആരാധന കഴിഞ്ഞ് വരാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ നമുക്ക് പള്ളിയുടെ മറ്റു വിശേഷങ്ങൾ അറിയാം. 1976 ബഹുമാനപ്പെട്ട കണിയാപറമ്പിൽ അച്ഛൻ്റെ കാലത്ത് ആരംഭിച്ച നഴ്സറി സ്കൂളും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. കുമരകം പുത്തൻപള്ളിക്ക് സമീപമുള്ള ഈ കാണുന്ന കോൺസലാത്ത മെമ്മോറിയൽ LP സ്കൂൾ പെൺകുട്ടികൾക്ക് മാത്രമായി 1927 സ്ഥാപിച്ചതാണ്. കുമരകത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകാൻ മറ്റൊരു സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന കുഴിവേലിൽ ഗ്രാൻഡ് സ്കൂൾ ഇടവക ഏറ്റെടുത്ത് സേക്രഡ് ഹാർട്ട് സ്കൂൾ എന്ന പേരിൽ പള്ളിക്കടുത്തേക്ക് മാറ്റി സ്ഥാപിച്ചതാണ് ഈ കാണുന്നത്. ബഹുമാനപ്പെട്ട വിശാഖംതറ ഫിലിപ്പ് അച്ഛൻ ദാനമായി നൽകിയ സ്ഥലവും കെട്ടിടവും ഉപയോഗിച്ച് 1961 അന്നത്തെ വികാരിയായിരുന്ന കാഞ്ഞിരത്തുങ്കൽ തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ വിസിറ്റേഷൻ സന്യാസ സഭയുടെ ഒരു ശാഖയും ഇവിടെ ആരംഭിച്ചു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനും സ്വന്തമായി കല്ലറ ഇല്ലെന്നതാണ്. സെമിത്തേരി പള്ളി എന്നറിയപ്പെടുന്ന പഴയ താൽക്കാലിക പള്ളിയിൽ 25,000 രൂപ മുടക്കി ആർക്കും മരിച്ചയാളുടെ പേരിൽ ഫലകം സ്ഥാപിക്കാം.
പള്ളി പുതുക്കി പണിയണമെന്ന് ഏവരും ചേർന്ന് തീരുമാനിച്ചത് പ്രകാരം തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ 1963 ജൂലൈ 16 തീയതി ഡാർജിലിംഗ് മെത്രാൻ എറിക് ബാമിൻ്റെ സാന്നിധ്യത്തിൽ അഭിവന്ധ്യ തറയിൽ പിതാവ് തറക്കല്ലിട്ട് 2 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുകയും 1963 സെപ്റ്റംബർ 21 തീയതി ബഹുമാനപ്പെട്ട കാമിച്ചേൽ ഫിലിപ്പച്ചൻ വെഞ്ചരിക്കുകയും ചെയ്ത ആ പഴയ താൽക്കാലിക പള്ളിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സെമിത്തേരി പള്ളി. 2001 ഏപ്രിൽ 16 വോൾട്ട് മാതൃകയിൽ സെമിത്തേരി നിർമ്മാണം ആരംഭിക്കുകയും 2002 ജനുവരി 13 അഭിവന്യ കുന്നശ്ശേരി പിതാവ് വെഞ്ചരിക്കുകയും ചെയ്തു. 2001 ജനുവരി 1 മുതൽ മരണമടയുന്ന ഇടവക അംഗങ്ങളുടെ ആശ്രിതർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന മരണാനന്തര സഹായ നിധി ഇവിടെ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ജോസ് അച്ഛൻ വികാരിയായിരുന്നപ്പോൾ നിർമ്മാണം ആരംഭിച്ച ബിഷപ്പ് ചൂളപ്പറമ്പിൽ മെമ്മോറിയൽ ഹാൾ 1992 മെയ് 12 തീയതി അഭിമന്യ കുന്നശ്ശേരി പിതാവ് വെഞ്ചരിച്ചു. അച്ഛാ, ആരാധനയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയല്ലോ. അപ്പം എനിക്ക് കുറച്ച് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങളിവിടെ പറഞ്ഞു തരാമെന്ന്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫോട്ടോസൊക്കെ ആരുടെയാണ്? ഈ ഫോട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ കോട്ടയം രൂപതയുടെ പ്രാരംഭം കുറിച്ച 3 വ്യക്തികളെയാണ്. ചങ്ങനാശ്ശേരി രൂപതയുടെ വികാരി അപ്പസ്തോലിക്കായും പിന്നീട് കോട്ടയം രൂപതയുടെ പ്രഥമ മെത്രാനുമായിരുന്ന നമ്മുടെ മാക്കീൽ മാർ മത്തായി മെത്രാൻ്റെയും അദ്ദേഹത്തോടൊപ്പം ഈ ഇടവകയിൽ നിന്ന് മാത്രമുള്ള 2 വൈദികരാണ്. ഒരു സെക്രട്ടറിയും പിന്നീട് അദ്ദേഹത്തിന് പിൻഗാമിയുമായി വന്ന നമ്മുടെ ചൂളപ്പറമ്പിൽ ചാണ്ടിയച്ഛൻ്റെയും കൂടെ. ഇവർ 2 പേരും കൂടിയാണ് സംയുക്തമായിട്ട് മെത്രാനോടൊത്ത് റോമിൽ പോവുകയും നിവേദനം സമർപ്പിക്കുകയും ആ നിവേദനത്തിൻ്റെ ഫലമായി കോട്ടയം രൂപത അനുവദിച്ച് കിട്ടുകയും ചെയ്തത്. ജ്ഞാനായ സമുദായത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സ്ഥാപിച്ച രൂപതയാണിത്. മറ്റു മെത്രാന്മാരെ എല്ലാവരെയും കൂടെ അംഗീകാരത്തോടുകൂടി. ഇവിടുത്തെ അച്ഛനാണ്. അതുകൂടാതെ മത്തായിച്ചൻ്റെ മത്തായി മെത്രാപ്പോലിത്താൻ്റെ കൂടുതൽ മത്തായി വട്ടക്കുളത്തച്ഛൻ്റെ ഫോട്ടോയാണ്. ഇത് വാഴക്കടവിലെ അച്ഛൻ്റെ ഫോട്ടോയാണ്. ഇത് ലൂക്ക് നടുവിൽ പറമ്പിൽ. അതോടൊപ്പം തന്നെ ഇത് ചൊരിശ്ശേരിയിലെ ജൂനിയർ ഷമിയോൻ സീനിയർ അച്ഛൻ്റെ ഫോട്ടോയാണ്. നമ്മുടെ രൂപതയുടെ മുഖ്യ ശില്പിയായിരുന്ന മാക്കീൽ പിതാവിനോടൊത്ത് ഏറ്റവും കൂടുതൽ ഭംഗിയായി സഹകരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വട്ടക്കുളത്ത് മത്തായിച്ചൻ്റെ ഓർമ്മ നിലനിർത്തുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ റിലിക്സ് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത് പള്ളിയുടെ പുറയിലല്ലേ സ്ഥാപിച്ചിരിക്കുന്നത്? അതെന്താ കാര്യം? പള്ളിയുടെ പുറകിൽ സ്ഥാപിക്കാൻ പഴയ പള്ളിയിലായിരുന്നു ഇദ്ദേഹത്തെ സംസ്കരിച്ചിരുന്നത്. പുതിയ പള്ളി പണിതപ്പോൾ പള്ളി അകത്ത് സ്ഥാപിക്കാനുള്ള കാനൂനികമായ തടസ്സങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ ഓർക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അച്ചോ, ഞാനിവിടെ കണ്ട വേറൊരു കാര്യം, ഭയങ്കര രസമാണ് ഈ സ്ഥലം. അത്ര എന്താ പറയുക, കായലിലൂടെയൊക്കെ പോന്നപ്പോഴും പള്ളിയുടെ സൈഡിലെല്ലാം വന്നപ്പോൾ കണ്ടപ്പോൾ അത്ര നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ പള്ളി സ്ഥാപിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്? പണ്ട് ഇവിടെ പള്ളി സ്ഥാപിക്കാനുണ്ടായൊരു കാരണം? പള്ളി സ്ഥാപിക്കാൻ ഇത് മലയോര പ്രദേശമല്ല, കായലോരമാണ്. ഇത് ഒന്നാമത്തെ ജലയാത്രയാണ് ഇങ്ങോട്ടുള്ള ഈ ആഗമന മാർഗം. അപ്പോൾ എല്ലാവർക്കും വന്നു ചേരാൻ പറ്റിയൊരു സ്ഥലം നോക്കിയിട്ടാണ് ഈ പള്ളിയുടെ പുരയിടം സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സെലക്ഷനെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ ഇത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് അന്ന് ഈ പള്ളി സ്ഥാപിക്കുവാനായിട്ട് മുൻകൈയെടുത്ത് അന്ന് ഇവിടുത്തെ ഉണ്ടായിരുന്ന പ്രമുഖരായിട്ടുള്ള കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ പുരയിടം ഒരു പുതിയ പള്ളി പണിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരാപ്പുഴ അതിരൂപതയോട് അനുവാദം ചോദിച്ച് അനുവാദം കിട്ടി. അതിനുശേഷം ഇവിടുത്തെ
പ്രമുഖ ഒരു നായർ കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുകയും അയാൾക്ക് ഒരു പ്രത്യേകമായ ദർശനം ഉണ്ടായെന്നും 2-3 പ്രാവശ്യത്തെ ദർശനത്തിന് ശേഷം അത് പള്ളിക്കായിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തത്. തിരുവനന്തപുരത്ത് പോയി കണ്ട് അനുവാദം വാങ്ങിച്ച് അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ടാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. അതിന് വള്ളാരപ്പുരയിടം എന്നാണ് ഈ സ്ഥലത്തിന് പേരിട്ടിരിക്കുന്നത്. ആ വള്ളാരപ്പുരയിടത്താണ് ഇവിടെ 1841 ഒക്ടോബർ 28 കല്ലിട്ട് പതുക്കെ പണി ആരംഭിക്കുകയും അന്നത്തെ സുറിയാനി കാരുടെ പ്രത്യേക വികാരി ജനറലായിരുന്ന വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ് ഈ പള്ളി വെഞ്ചരിച്ച് അന്ന് കുർബാന ചൊല്ലിയത് ആദ്യമായിട്ട്. അപ്പോൾ അന്ന് ഈ പള്ളി കല്ലിടാനായിട്ട് എടക്കാട്ട് പള്ളിയിലെ വികാരിയായിരുന്ന എസ്തപ്പാനോസ് അച്ഛനാണ് വന്ന് മുൻകൈ എടുത്ത് കാര്യങ്ങൾ നടത്തിയത്. നിങ്ങൾക്കറിയാവുന്ന പോലെ അന്ന് ആരെയാണ് മധ്യസ്ഥനായിട്ട് അല്ലെങ്കിൽ ഇടവകയിലെ വിശുദ്ധനായിട്ട് ഇടവക മധ്യസ്ഥനായിട്ട് തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചപ്പോൾ മുൻപുണ്ടായിരുന്ന ആ പള്ളിയിലെ വിശുദ്ധനെ തന്നെ തിരഞ്ഞെടുക്കാമെന്ന് കുറിയിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് വിശുദ്ധ ജോൺ നെപ്പോംസിയാനോസിൻ്റെ നാമധേയത്തിൽ തന്നെ ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമായത്. അദ്ദേഹത്തിൻ്റെ തിരുനാൾ എല്ലാ വർഷവും മെയ് മാസം 15 ആഘോഷിക്കുക. അദ്ദേഹം കുമ്പസാരക്കാരുടെ പ്രത്യേകമായ മധ്യസ്ഥനാണ്. കുമ്പസാര രഹസ്യം പാലിക്കുവാൻ വേണ്ടി ഒരു വേദസാക്ഷിത്വം വരിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു ആദ്യം മുതലുണ്ടായിരുന്ന ഒരു വിശുദ്ധൻ ഇവിടെ. ആ വിശുദ്ധനോടുള്ള ഭക്തിയും ബഹുമാനവും ഈ നാടിൻ്റെ മധ്യസ്ഥനും കൂടിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ഇനി രണ്ടാമത് ഇവിടുത്തെ തിരുനാൾ കല്ലിട്ട തിരുനാൾ ആഘോഷിക്കുമ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒക്ടോബർ 28 കല്ലിട്ടത് കൊണ്ട് അന്ന് വിശുദ്ധ ഷെമിയോൻ്റെയും അതുപോലെ തന്നെ വിശുദ്ധ യൂദാ തദേവസിൻ്റെയും 2 അപ്പസ്തോലന്മാരാണ്. അവരുടെ നാമത്തിൽ ഒരു ദിവസം തന്നെയാണ് തിരുനാൾ ആചരിക്കുക. അപ്പോൾ അവരുടെ 2 പേരുടെയും രൂപം ഇവിടെ പ്രത്യേകമായി എഴുന്നള്ളിച്ച് വെച്ചിട്ടാണ് തിരുനാൾ നടത്തുന്നത്. 10 ദിവസത്തും അടുപ്പിച്ച് ജപമാലയും തുടർന്ന് നൊവേനയും നടത്തിയാണ് ഈ തിരുനാൾ കല്ലിട്ട തിരുനാൾ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധൻ്റെ തിരുനാളും ഇതുപോലെ 9 ദിവസത്തെ നൊവേനയും പ്രാർത്ഥനയും നടത്തിയിട്ടാണ് എല്ലാ വർഷവും ആഘോഷിക്കുക. വിശുദ്ധനുള്ള പ്രത്യേകമായ വിശ്വാസവും അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനുള്ള യൂദാ തദേവസിൻ്റെ നാമത്തിലും അനേകം അനുഗ്രഹങ്ങൾ ഈ പ്രദേശത്തുള്ളവർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. അതുപോലെ ഈ വള്ളാരപ്പള്ളി പുരയിടത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ വള്ളാരപ്പള്ളി പുരയിടം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അന്ന് ദാനം ചെയ്ത വ്യക്തിയാണല്ലോ രാജകുടുംബത്തിൽ സ്വാധീന ശക്തി ഉണ്ടായിരുന്ന മണിമല ചന്ദ്രക്കാരൻ. അദ്ദേഹമാണ് ഈ പുരയിടം നമുക്കായിട്ട് വിട്ടു തന്നത്. അപ്പോൾ വിട്ടു തന്നപ്പോൾ അന്ന് ആ ആധാരത്തിൽ രേഖപ്പെടുത്തിയിരുന്നു ഇത് വിശുദ്ധ ജോൺ നെപ്പോംസിയാനോസിൻ്റെ പേരിലാണെന്ന്. അന്ന് മുതൽ ഇന്ന് വരെയും ഈ വള്ളാരപ്പുരയിടത്തിൻ്റെ ഭൂനികുതി വിശുദ്ധ ജോൺ നെപ്പോംസിയാനോസിൻ്റെ പേരിലാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ മറ്റൊരു സ്ഥലത്തും കാണാത്ത പ്രത്യേകതയാണിത്. അതുപോലെ പള്ളിയുടെ ആഭിമുഖ്യത്തിലുള്ള ചില സ്ഥാപനങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. അതുപോലെ മറ്റേതൊക്കെ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളുമാണ് പള്ളിക്കുള്ളത്? സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വിസിറ്റേഷൻ ഗവൺമെൻറ് ഉണ്ട്. അതുപോലെ തന്നെ 2 LP സ്കൂളുണ്ട്. ഒന്ന് ആൺകുട്ടികൾക്കും മറ്റൊന്ന് പെൺകുട്ടികൾക്കുമായിട്ടുള്ള 2 LP സ്കൂള്. പിന്നെ ഒരു നഴ്സറി സ്കൂളുണ്ട്. അതുപോലെ തന്നെ വിൻസെൻ്റ് പോളിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു തയ്യൽ സ്കൂളുണ്ട്. പിന്നെ ഒരു ക്ലബ്ബ് പോലെ ഒരു KCYMA എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. വൈകുന്നേരം എൻ്റർടൈൻമെൻറ്റ്സിനൊക്കെ ആളുകൾ വന്നു കൂടുന്ന സ്ഥലമാണ്. പിന്നെ ഇടവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇടവയുടെ ആഭിമുഖ്യത്തിൽ നല്ലൊരു ദർശന സമൂഹമുണ്ട്. ഒരു ഭക്തസംഘടനയാണത്. ആ ദർശന മാതാവിൻ്റെ തിരുനാൾ ദിവസങ്ങളിൽ അവർ പ്രത്യേകമായ വേഷവിധാനത്തിൽ വന്ന് ദിവ്യബലി സംബന്ധിക്കുകയും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ക്നാനായ കത്തോലിക്ക വിമൻസ് അസോസിയേഷൻ ഉണ്ട്, KCWA. അതുപോലെ തന്നെ വിൻസെൻ്റ് പോൾ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന വിൻസെൻ്റ് പോൾ സംഘടനയുണ്ട്. അതുപോലെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള KCYL എന്ന ഒരു പ്രസ്ഥാനം വളരെ ഊർജ്ജസ്വലമായി നടക്കുന്നു. അതുപോലെ തന്നെ ലീജിയൻ ഓഫ് മേരി പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഒരു
സഖ്യമാണത്. അതുപോലെ തന്നെ ചെറുപുഷ്പ മിഷൻ ലീഗ്, ആദ്യ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചെറുപുഷ്പ മിഷൻ ലീഗ്, അതുവരെയുള്ള കുട്ടികൾക്കുള്ള തിരുപാര സഖ്യം, ഇങ്ങനെയാണ് ഭക്തസംഘടനകളുടെ. പിന്നെ സാമൂഹ്യ പ്രവർത്തനത്തിനായിട്ട് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ യൂണിറ്റുകളുണ്ട്. ഇവിടെ ശക്തമായ 20 വനിതാ ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ തന്നെ CBR ഗ്രൂപ്പുണ്ട്. പിന്നെ പുരുഷന്മാരുടെ സ്വയാശ്രയ സംഘമുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഇവിടെ സാമൂഹ്യ പ്രവർത്തനത്തിനായിട്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്നുണ്ട്. റവറൻ ഫാദർ സിറിയ കൂപ്ലിക്കാട്ട് വികാരിയായിരുന്ന കാലത്ത് തച്ചാറ കുടുംബത്തിൽ നിന്നും പള്ളിക്കായി ദാനം ചെയ്ത ചന്തക്കവലയിലുള്ള സ്ഥലത്ത് 1983 കുരിശുപള്ളിയുടെ പണി ആരംഭിച്ചു. 1984 ഡിസംബർ 7-ാം തീയതി കുന്നശ്ശേരിൽ പിതാവ് കുരിശുപള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം നടത്തി. എല്ലാ കൊല്ലവും കുരിശുപള്ളിയിൽ നിന്ന് പെരുന്നാളിൻ്റെ തലേദിവസം പള്ളിയിലേക്ക് പ്രദക്ഷിണം നടത്തിപ്പോരുന്നു. ചെക്കോസ്ലോവാക്യയിലെ പ്രേഗ് രൂപതയിൽ വൈദികനായി സേവനമനുഷ്ഠിക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ ജോൺ നെപ്പുംസ്യാനോസ്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം നെപ്പുമുക്ക് എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജോൺ നെപ്പുംസ്യാനോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്നത്തെ ചക്രവർത്തിയായിരുന്ന വെഞ്ചസ്ലാവോസ് ചക്രവർത്തിയുടെ ക്രൂരപീഡനങ്ങൾക്ക് വിധേയമാകുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ രാജ്ഞിയുടെ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയില്ല എന്നൊരു സത്യമാണ്. അദ്ദേഹം വേദസാക്ഷിത്വം വരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഒരു നദിയിലൂടെ ഒഴുക്കി വിട്ടു എന്നാണ് പ്രത്യേകമായിട്ടുള്ള ഈ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം സാക്ഷിക്കുന്നത്. അങ്ങനെ അദ്ദേഹം മരിച്ച വിശുദ്ധനായി അംഗീകരിക്കപ്പെടുന്നു. ആ രൂപതയിലെ വികാരി ജനറലായിരുന്നു. അതുപോലെ തന്നെ രാജകൊട്ടാരത്തിലെ കുമ്പസാരക്കാരനുമായിരുന്നു. അപ്പോൾ ഈ ജോൺ നെപ്പുംസ്യാനോസ് യഥാർത്ഥത്തിൽ കുമ്പസാരക്കാരൻ മധ്യസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. ആ കുമ്പസാരം രഹസ്യം പാലിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടം. ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിട്ടും കുമ്പസാരം രഹസ്യം കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പാണ് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ തിരുശേഷിപ്പ് വണങ്ങുവാനായിട്ട് എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹത്തിന് വേണ്ടി നൊവേനയും പ്രാർത്ഥനയും പ്രത്യേകമായി നടത്തുന്നു. അച്ഛോ, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അച്ഛൻ പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് ജ്ഞാനായ സഭയുടെ ഉത്ഭവം, ചരിത്രം, പള്ളിയെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ. എനിക്കറിയാം അച്ഛൻ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാൽ അതിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ചരിത്രം തുടങ്ങുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കിയത്. കുമരകം പ്രത്യേകിച്ച് ജ്ഞാനായ രൂപതയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉത്ഭവത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവിടെയാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പഠിച്ച് മനസ്സിലാക്കിയതുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞില്ല എങ്കിലും ഏകദേശം എല്ലാം പറഞ്ഞ് തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയും പള്ളിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. അതിനായിട്ട് എനിക്ക് ഇനിയും വരണമെന്നുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു വരുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരാം. മോസ്റ്റ് വെൽക്കം. താങ്ക് യു. ഓക്കെ, നന്ദി. കുമരകം വിശുദ്ധ യോഹന്നാൻ നെപ്പുംസ്യാനോസ് വള്ളാറ പുത്തൻപള്ളി സന്ദർശിക്കുവാനും അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സാധിച്ചു എന്ന കൃതാർത്ഥതയോടെ നാം ഇന്ന് ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്. ജ്ഞാനായ സഭയുടെ മറ്റൊരു പ്രമുഖ ദേവാലയത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച നമുക്ക് യാത്ര തുടരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. സാക്ഷ്യം പൊരുളു പകർന്നിടാൻ കുമരകത്തെ വള്ളാറപ്പുത്തൻ പള്ളിയിലും കൃപാവരങ്ങൾ ചൊരിയുവാൻ സ്നേഹമെങ്ങും പകരുവാൻ നിൽപ്പൂ യോഹന്നാൻ നെപ്പുംസ്യാനോസ്, നിൽപ്പൂ യോഹന്നാൻ നെപ്പുംസ്യാനോസ്. കലിയുഗത്തിനു വേദസാക്ഷ്യപ്പൊരുളു പകർന്നിടാൻ കുമരകത്തെ
വള്ളാരപ്പുത്തൻ പള്ളിയിലും. കുംഭസാര രഹസ്യം കാക്കാൻ രക്തസാക്ഷിയായവനെ, കൂസലന്യെ കരുത്തനായി തുറച്ചു നിന്നവനെ. കുംഭസാര രഹസ്യം കാക്കാൻ രക്തസാക്ഷിയായവനെ, കൂസലന്യെ കരുത്തനായി തുറച്ചു നിന്നവനെ. ദൈവത്തിൻ തിരുവിഷ്ടങ്ങൾ ദിനം തോറും നിറവേറ്റാൻ സ്വയം സമർപ്പിത മാനസനായി ഒരുങ്ങി നിന്നവനെ. ദൈവത്തിൻ തിരുവിഷ്ടങ്ങൾ ദിനം തോറും നിറവേറ്റാൻ സ്വയം സമർപ്പിത മാനസനായി ഒരുങ്ങി നിന്നവനെ. കലിയുഗത്തിനു വേദസാക്ഷ്യ പൊരുളു പകർന്നിടാൻ കുമരകത്തെ വള്ളാരപ്പുത്തൻ പള്ളിയിലും. സാദരം ദാസരാം ഞങ്ങൾ കേഴുന്നു, സങ്കീർത്തന ജപമാലയൊരു കഴിക്കുന്നു. സാദരം ദാസരാം ഞങ്ങൾ കേഴുന്നു, സങ്കീർത്തന ജപമാലയൊരു കഴിക്കുന്നു. ആത്മശരീര വിശുദ്ധിയോടെ കുമ്പിട്ടിടുമ്പോൾ അനുഗ്രഹങ്ങൾ നൽകിയുയർത്താനെന്നുമെത്തേണം. ആത്മശരീര വിശുദ്ധിയോടെ കുമ്പിട്ടിടുമ്പോൾ അനുഗ്രഹങ്ങൾ നൽകിയുയർത്താനെന്നുമെത്തേണം. കലിയുഗത്തിനു വേദസാക്ഷ്യ പൊരുളു പകർന്നിടാൻ കുമരകത്തെ വള്ളാരപ്പുത്തൻ പള്ളിയിലും. കൃപാവരങ്ങൾ ചൊരിയുവാൻ സ്നേഹമെങ്ങും പകരുവാൻ നിൽപ്പൂ യോഹന്നാൻ നെപ്പോംസ്യാനോസ്, നിൽപ്പൂ യോഹന്നാൻ നെപ്പോംസ്യാനോസ്, നിൽപ്പൂ യോഹന്നാൻ നെപ്പോംസ്യാനോസ്, നിൽപ്പൂ യോഹന്നാൻ നെപ്പോംസ്യാനോസ്.